നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1201 ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും? കന്നിക്കൂർ എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാല്, അത്തം ചിത്രയുടെ പകുതി വരെ ഉള്ളതാണ് കന്നിക്കൂറുകാർ. അവർക്ക് ശനി ഇപ്പോൾ 7 സഞ്ചരിക്കുന്നു, വ്യാഴം 10 സഞ്ചരിക്കുന്നു, രാഹു 6 സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് 10 വ്യാഴം സഞ്ചരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടുമെന്നാണ് 10 വ്യാഴം സഞ്ചരിക്കുന്ന സമയം. കാരണം നമുക്ക് എല്ലാവരുടെയും പ്രതീക്ഷ ഒരു ജോലിയാണ്. ജോലി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്, എല്ലാ മത്സരങ്ങളിലും പരീക്ഷകളിലും പോകുന്നത്. ജനനം മുതൽ 5 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ നമ്മൾ പഠിക്കുന്നത് അത്രയും നമുക്ക് വിദ്യ നേടുന്നതിന് വേണ്ടിയാണ്. പഠിച്ച് ഇങ്ങനെ മിടുക്കരാകാതെ ഏതെങ്കിലും ജോലി കിട്ടുന്നതിന് വേണ്ടി ടെസ്റ്റുകളും അതേപോലെ ഇൻ്റർവ്യൂകളിലും പങ്കെടുത്ത തീർച്ചയായിട്ടും നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കണമെങ്കിൽ ജോലി കിട്ടാൻ ഇപ്പോൾ യോഗമുള്ള സമയം. ഇത് കൂടുതലും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പഠിക്കുന്നത് നല്ലതാണെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും, ജോലിക്ക് വേണ്ടിയാണെങ്കിൽ. അപ്പം അങ്ങനെ ജോലി കിട്ടുന്ന സമയം. ചെറിയ ജോലി കിട്ടിയാലും കളയരുത്. ചിലവർ ജോലി കിട്ടിയിട്ടും എനിക്കിപ്പോൾ പഠിക്കണമെന്നും കൊണ്ട് ജോലി കളഞ്ഞിട്ട് പോകരുത്. വേണമെങ്കിൽ ജോലിയിൽ ഒരു ലീവ് കിട്ടുമെങ്കിൽ ലീവ് എടുത്തിട്ട് പഠിക്കാൻ പോണത് തെറ്റില്ല. വേടനെന്ന് പറയുന്ന ഗ്രഹം 10 നിൽക്കുമ്പോൾ ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടും. പിന്നെ ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹീദശമേന. ദേവാലയം ഉണ്ടാക്കാൻ യോഗമുണ്ട്. വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് ഈശ്വരൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ദേവാലയം പണിയുന്നത്, തീർത്ഥാടനങ്ങൾ നടത്തുന്നത്, ഭഗവാനെ ഭജിക്കുന്നതൊക്കെ. അതിനുള്ള പുണ്യം നമുക്ക് കിട്ടും. ദേവാലയ, ആശ്രമം, അമ്പലം ഇവിടെയൊക്കെ ചെന്ന് അവിടെയും നമുക്ക് നല്ല സന്തോഷവും സമാധാനവും കിട്ടും. നഗരസഭ എന്ന് വെച്ചാൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടും. അങ്ങനെ നമുക്ക് ദേവാലയ, നഗരസഭ, മാർഗം വഴി വെട്ടിക്കാനും റോഡ് വെട്ടാനൊക്കെ ഉള്ള യോഗം. ആലയം വീട് വയ്ക്കാനും യോഗമുണ്ട്. വർഷങ്ങൾ കൊണ്ട് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങിക്കാനോ വയ്ക്കാനോ യോഗമുണ്ട്. വീട് കുടുംബത്തിൽ നിന്നൊക്കെ തരാനും യോഗമുണ്ട്. കുടുംബത്തിൽ നിന്ന് ഓഹരി തരൂല, വസ്തു തരൂല, അടിച്ചു വാങ്ങിച്ചോ പിടിച്ചു വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞവർ ഉള്ളത് തരും. ഉള്ളത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കണം, വഴക്കൊന്നും ഉണ്ടാക്കരുത്. ആലയം വീട് വയ്ക്കാനും സർവകർമാണി, എന്ത് കാര്യം പഠിക്കാനും പഠിപ്പിക്കാനും പോയാലും ചെയ്യും. വേഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെ അതിൻ്റെ ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പിള്ളേരുടെ വിദ്യ, ഉദ്യോഗം, വിവാഹം മുതലായ കാര്യങ്ങൾ. മക്കൾക്ക് മത്സരത്തിനും പരീക്ഷകളിലും വളർച്ച, ഉയർച്ച, ഭാഗ്യം ഇതൊക്കെ കിട്ടും. പിള്ളേരുടെ പ്രീതി നമുക്ക് കിട്ടും, നമ്മളെ പ്രീതി മക്കൾക്കും കിട്ടും. അങ്ങനെ ജീവിതത്തിലെ സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലതുണ്ടാവും. ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് പറയും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും, കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് അടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ എന്നാലും മരിച്ചു. അപ്പം അതേപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്ന സമയമാണ്. പിന്നെ അടുത്തത് രാഹു 6 നിൽക്കുകയാണ്. രാഹു 6 നിന്നാൽ കുഴപ്പമില്ലെന്നാണ്. ശനിയും രാഹുവൊക്കെ ഒരേപോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനിയുടെ വീടായ കുംഭൻ രാശിയിൽ രാഹു നിന്ന ഗുണം ചെയ്യും എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. എങ്കിലും 6 രാഹു നിൽക്കുമ്പോൾ ഹൃണാർത്ഥ, ചോര, ക്ഷതരോഗ, ശത്രുണബാധ്യത, കടങ്ങൾ കൂടും. ചോര, കള്ളന്മാർ നിമിത്തം നമുക്ക് മോഷണം, ചൂഷണം ഇതൊക്കെ ഉണ്ടാകും. മോഷണം അറിയാതെ പറക്കിക്കൊണ്ട് പോകുന്നതാണ് മോഷണം. ചൂഷണം വെച്ചാൽ നമുക്ക് ജോലി വാങ്ങിച്ചു തരാം, പൈസ വാങ്ങിച്ചു തരാം, വസ്തു വാങ്ങിച്ചു തരാം, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് ഏജൻസി മുതലായ കാര്യങ്ങളിൽ പോയാൽ നിറയെ കമ്മീഷനൊക്കെ നമുക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ച് പലവരും പല ജോലിയിലും കാര്യത്തിലും കുരുക്കാതെ സൂക്ഷിക്കണം.
സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം. നമ്മൾ ആരെയും പറ്റിച്ചില്ലെങ്കിലും നമ്മൾ ഒരാളെ പൈസയൊക്കെ വാങ്ങിച്ച് വേറൊരാൾക്ക് കൊടുത്താൽ അവർ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോവാതെ സൂക്ഷിക്കണം. രോഗം തന്നെ, ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നിട്ട് മാറൂല. ശത്രു എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലും വിരോധികളെ പോലെ പെരുമാറും. പാരകൾ പണിയും, അപവാദങ്ങൾ പറഞ്ഞ് പറ്റും, നമ്മൾക്ക് ടെൻഷൻ കൂടും. ഇങ്ങനെ നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ബാധിച്ചു കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നാഗർക്ക് വഴിപാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. രാവു 6 നിൽക്കുമ്പം ത്വക്രോഗങ്ങൾ, കുഷ്ഠമാവാദികാൻ രോഗാൻ, നേത്രപാത പപാനബി വിഷവീതിഞ്ച നീജാനാം വിരോധം ഗുരുതേ പണി. കുഷ്ഠരോഗങ്ങൾ പിടിവിടുക, ത്വഗ്രോഗങ്ങൾ പിടിവിടുക, നേത്രം, കണ്ണിന് അസുഖം, കാലിന് ചെറിയ വിരലൊന്നും മുറിഞ്ഞാലും പഴുത്ത് ഷുഗറും കൂടെ ഉണ്ടെങ്കിൽ കാലും കൈയൊക്കെ മുറിക്കണമെന്ന് ആശുപത്രിക്കാർ ഒരു സംശയമില്ലാതെ പറയും. മരുന്നും മന്ത്രവും കൊണ്ടൊക്കെ മാറാൻ പറ്റും. ചാടിക്കയറി കൈയും കാലൊന്നും മുറിക്കാൻ പോകണ്ട. ശത്രുക്കളും രോഗങ്ങളും ഒക്കെ ഉണ്ടായി പോകുന്ന സമയമാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ രാഹു 6 നിൽക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ എങ്കിലും ദോഷം കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറേയൊക്കെ സൂക്ഷിച്ച് മരുന്നും മന്ത്രമൊക്കെ ചെയ്യുമ്പോൾ ദോഷം മാറും. പിന്നെ കണ്ടകശനിയുണ്ട് ഈ കന്നിക്കൂറുകാർക്ക്. കണ്ടകം കൊണ്ടേ പോവുള്ളെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് 7-ലാണ് ശനി സഞ്ചരിക്കുന്നത്. 7 ശനി സഞ്ചരിക്കുന്ന സമയം വിവാഹ തടസ്സം, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നത, സൗന്ദര്യ പിണക്കം. ഭാര്യ പറയും ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു, ഭർത്താവ് പറയും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ട്. അവിടെ ഇവിടെ 2 സ്ഥലത്തും വേണ്ട, പുതിയൊരു വീട് വാങ്ങിക്കണം വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് വാടകയ്ക്കെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞ് ബന്ധങ്ങൾക്ക് കുഴപ്പം വരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എവിടെയാണെങ്കിലും ഒരു വീട് വയ്ക്കണമെങ്കിൽ വച്ചോ, അവിടെ നമുക്ക് കിടക്കാൻ പറ്റുമെങ്കിൽ കിടക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ താമസിക്കുക, അല്ലെങ്കിൽ അത് വാടക കൊടുത്തിട്ട് അങ്ങോട്ടോ പോകാം. ഇത് വീടും ഇല്ല, വസ്തുവില്ല, മാപ്പിളയില്ല, പെണ്ടാട്ടിയില്ല, ജീവിതവും ഇല്ലാത്ത തരത്തിൽ ഉടക്കി ജീവിതം തുലച്ചു കളയരുത്. വിദേശയാത്രയ്ക്ക് തടസ്സം ഉണ്ടെങ്കിലും വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടും. കാരണം ശനി 7 നിൽക്കുമ്പോഴാണ് നാട് വിട്ട് കാട് വിട്ടിൽ പോകണതെന്ന് പറയും, കാട്ടിലോട്ട് കയറണമെന്ന് പറയും. നമുക്ക് വിദേശത്തൊക്കെ പോകണവർക്ക് പോകാൻ പറ്റും, നിൽക്കാൻ പറ്റും, പഠിക്കാൻ പോകാനും ജോലിക്ക് പോകാനൊക്കെ പറ്റും. പക്ഷെ എവിടെ ചെന്നാലും നമുക്ക് ഈ കണ്ടകശനി ആയതുകൊണ്ട് ചെറിയ തടസ്സങ്ങൾ, വിഷമങ്ങളൊക്കെ വരും. അതിന് ശാസ്താവിനെ ഭജിക്കണം, കാലഭൈരവനെ ഭജിക്കണം, കുടുംബദേവനെ ഭജിക്കണം. പിന്നെ കുടുംബ ബന്ധങ്ങൾ ചൊവ്വേ നേരെ, ഭാര്യാഭർത്തൃ ബന്ധത്തിന് കുഴപ്പം വരാതിരിക്കാൻ ദീർഘമാംഗല്യ പൂജ, സുമംഗലി പൂജ, ശത്രുക്കൾ മാറാൻ ശത്രു സംഹാര പൂജ, ഈ സർപ്പം 6 നിൽക്കുമ്പോൾ സർപ്പ പൂജ, ഇതൊക്കെ ചെയ്തോളൂ. കാലഭൈരവ ക്ഷേത്രത്തിലും ദർശനം വഴിപാടൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും ദോഷം ബാധിക്കൂല. പക്ഷെ ജാതകത്തിൽ നമുക്ക് ചിലവർ ജനിക്കുമ്പോഴേ ഭാഗ്യമില്ലാത്തവരായിരിക്കും, ഗ്രഹപ്പഴമുള്ളവരായിരിക്കും, ബുദ്ധിമുട്ടുകളുള്ളവരായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മളെ ജാതകം നോക്കി നമ്മൾ രക്ഷപ്പെടൂലെന്നല്ല, രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് ജാതകത്തിൽ എന്തൊക്കെ ദോഷമുണ്ടോ അത് കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെ ദോഷമാണോ ഉള്ളത് അത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും രക്ഷപ്പെടാനും പറ്റും. അത് വേറെ പൂജയും മന്ത്രവാദമൊക്കെ നിങ്ങൾ തന്നെ ഭഗവാനെ ഭജിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തുള്ള ഗ്രഹപ്പിഴയ്ക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സ്വഭാവശക്തി കൊണ്ടും സ്നേഹ ബഹുമാനം കൊണ്ടും ഒക്കെ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ജാതകം പരിശോധിക്കുന്നു, ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തന്നാൽ നോക്കാൻ പറ്റും. കാൾ ചെയ്യരുത്. കാരണം എപ്പോഴും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എന്നെയാണ് വിളിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തിരക്കിലാണെങ്കിൽ ഫോൺ എടുക്കൂല. എടുത്താൽ തന്നെയും ചോദിച്ചാൽ ഇനി മറുപടി പറയാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് മെസ്സേജായിട്ട് തന്നെ അയക്കണം. പിന്നെ നമ്മുടെ ജാതകത്തിലും നമുക്ക് നല്ല സമയമായത് കൊണ്ട് നല്ലതാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് തന്നെ വരും. കാരണം വേഴം 10 നിൽക്കുകയും അടുത്ത ഈ കൊല്ലം തന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് 11 വരും. 11 വേഴം നവംബറോട് കൂടി നവംബർ ഡിസംബർ ആ സമയത്തൊക്കെ വരും. 11 വരുന്ന സമയം നമുക്ക് വളരെ നല്ലതാണ്. വന്നിട്ട് വീണ്ടും അത് മിഥുനൻ രാശി പോകും, 10ലേക്ക് പോകും. അപ്പോൾ 10ലും 11ലും നിൽക്കുന്ന സമയവും നല്ലതാണ്. 11 വരുമ്പോഴും നമുക്ക് സർവാഭീഷ്ടാഗമോ, ജ്യേഷ്ഠപ്രാത, നിജാത്മജ, വാമകർണോ, അഷ്ടലാഭശ, ചിന്യാത്, ഏകാദശാദിമേ. സർവാഭീഷ്ടങ്ങൾ വെച്ചാൽ നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടി കിട്ടും.
ജ്യേഷ്ഠന്മാരെ കൊണ്ടും ഭർത്താവമ്മ പറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടും. അർത്ഥലാഭം നിറയെ പൈസയും ഭാഗ്യമൊക്കെ കിട്ടും. അങ്ങനെ ചിന്തിയാതെ ഏകാദശാദിനെ അങ്ങനെ ഏകം എന്ന് വെച്ചാൽ 1, ദശം എന്ന് വെച്ചാൽ 10, അങ്ങനെ എല്ലാ ഐശ്വര്യവും അപകീർത്തിയും പുരോഗതികളും നമുക്ക് കിട്ടുന്ന തരത്തിൽ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ നല്ല ഭക്തിയും ദൈവീകവും സ്നേഹ ബഹുമാനങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾ രക്ഷപ്പെട്ട കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം രക്ഷപ്പെടും. പക്ഷെ നമുക്ക് കഴിവ് ധാരാളമുണ്ട്, അറിവും ഉണ്ട്, എല്ലാവരോടും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയും പുരോഗതികളും കിട്ടി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ ഈ മാസഫലം നമ്മൾ നോക്കുമ്പോൾ വൃശ്ചിക മാസം വളരെ നല്ലതാണ്. സൂര്യൻ 3 നിൽക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ ഇടവ മാസം സൂര്യൻ 9 നിൽക്കുന്ന സമയം, മിഥുനം 10 നിൽക്കുന്ന സമയം, കർക്കിടകം 11 നിൽക്കുന്ന സമയം. അങ്ങനെ 3, 9, 11 ഈ രാശികളിലൊക്കെ സൂര്യൻ നിൽക്കുന്ന മാസങ്ങളിൽ അഭീഷ്ടാർത്ഥാഗമം കീർത്തി ജയം ഭൂപതി മാനനം സഭാജന പദഗ്രാമ സൽകൃതിം ഗുരുദ്വരവി അഭീഷ്ടകാര്യാദി വിജയ അർത്ഥാഗമം പൈസ കിട്ടായോഗം കീർത്തിയിൽ സഭയിലും ജനങ്ങളുടെ ഇടയിലും ഒക്കെ നല്ല അംഗീകാരം, അനുമോദനങ്ങൾ, ആദരവുകൾ ഒക്കെ കിട്ടും. മുടങ്ങി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിച്ച് നേടാനും നമ്മുടെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടാനും ഒക്കെ തന്നെ സാധ്യമാകുന്ന സമയമാണ്. അങ്ങനെ അമ്പലക്കാര്യവും ദേവകാര്യവും സ്വന്തം കാര്യവും തൊഴിലിലും ഒക്കെ നമ്മുടെ ഹീറോയിട്ടിരിക്കുന്ന ആള് ഹീറോ ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് ശാസ്താവിനെ കണ്ടതിന് ശനിക്ക് ശാസ്താവ്, ഹനുമാൻ, മുരുകൻ, കാലഭൈരവൻ, നാഗർക്ക് വഴിപാട് പൂജയൊക്കെ ചെയ്തു പ്രവർത്തിച്ചാൽ മതി. ജാതക ദോഷമുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷമുണ്ടോ അതിന് പരിഹാരവും ചെയ്താൽ നമുക്ക് എല്ലാ ഐശ്വര്യ അഭിവൃദ്ധികളും തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ വർഷം സന്തോഷവും സമൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ലോക ദേവനായ നമ്മുടെ പത്മനാഭ സ്വാമിയോടും കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.